ഹായ് എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു ചിക്കനും ഉരുളക്കിഴങ്ങും കൂടെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എല്ലോട് കൂടിയിട്ടുള്ള ചെറിയ കഷ്ണങ്ങളായിട്ടുള്ള ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു 700 ഗ്രാം അളവിൽ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ മാറ്റിയതിന് ശേഷം എടുത്തിരിക്കുന്നതാണ്. പിന്നെ എടുത്തിരിക്കുന്നത് ബേബി പൊട്ടറ്റോസാണ്. ഇതൊരു 400 ഗ്രാം അളവിൽ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ തൊലി ഞാൻ കളയുന്നില്ല. അതിനുശേഷം ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കുകയാണ്. അപ്പോൾ ബേബി പൊട്ടറ്റോസ് ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, സാധാരണ ഉരുളക്കിഴങ്ങ് നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് വെഡ്ജസ് ആയിട്ടോ അങ്ങനെ, അതായത് ഒരുപാട് തിക്കല്ലാത്ത രീതിയിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഒരുപാട് വലിയ കഷ്ണങ്ങൾ ആക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ ഒന്ന് റെഡിയാക്കി വയ്ക്കാം. കണ്ടില്ലേ, ഞാനിപ്പോൾ ഇതുപോലെ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു സോസ് തയ്യാറാക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ആദ്യം ചില്ലി ഫ്ലേക്സാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊരു 2 ടീസ്പൂൺ അളവിലാണ്. നമ്മുടെ എരിവിനനുസരിച്ച് ഇതിൻ്റെ അളവിലൊക്കെ നമുക്ക് വ്യത്യാസം വരുത്താവുന്നതുള്ളൂ കേട്ടോ. പിന്നെ മുളക് പൊടി, ഇതിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് 2 ടീസ്പൂൺ അളവിൽ ചേർത്തിട്ടുണ്ട്. അല്ലെങ്കിൽ എരിവുള്ള മുളക് പൊടിയോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ഒരു 1.5 ടീസ്പൂണോളം അളവിൽ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ ഇനി ഇറ്റാലിയൻ ഹെർബ്സാണ് ചേർക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒറിഗാനോ, ബേസിൽ ഫ്ലേക്സ് ഉണ്ടല്ലോ, അതാണെങ്കിലും ചേർക്കാം കേട്ടോ. നമുക്ക് ഇതൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കാര്യങ്ങളൊക്കെ വരും. ഞാനൊരു 4 ടീസ്പൂണോളം അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. അപ്പോൾ ശരിക്കും നമ്മൾ പുറത്തുനിന്നൊക്കെ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റിലേക്ക് തന്നെ വരും കേട്ടോ. ഈ പൊട്ടറ്റോ വെഡ്ജസ് അതുപോലെയുള്ള സംഭവങ്ങളുടെയൊക്കെ ആ ഒരു ടെക്സ്ചറിലേക്കൊക്കെ നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുമ്പോൾ വരും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ളൊരു ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉരുളക്കിഴങ്ങിലേക്കും ചിക്കനിലേക്കുള്ള ഒരു ഉപ്പ് ഇപ്പോൾ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഇനി ഇതിലേക്ക് ഞാൻ ഒലീവ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ അതിന് പകരം നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതുള്ളൂ. ഞാനൊരു 2 ടേബിൾ സ്പൂണോളം അളവിൽ ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ പോലെയുള്ള എണ്ണകളും ഉപയോഗിക്കാതിരിക്കണമായിരിക്കും നല്ലത്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നന്നായിട്ട് വരില്ല ബേക്ക് ചെയ്തെടുക്കാനൊന്നും. ഇനി നമുക്ക് പിന്നെ പുളിക്ക് വേണ്ടിയിട്ട് വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങ നീരാണെങ്കിലും ചേർക്കാം. വിനാഗിരി ആണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. ഇപ്പോൾ കോക്കനട്ട് വിനിഗറാണ് കേട്ടോ. ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ ചേർക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ വൈറ്റ് വിനിഗർ ഉണ്ടല്ലോ, അതാണെങ്കിലും ഉപയോഗിക്കാവുന്നതുള്ളൂ കേട്ടോ. അതും കൂടെ ചേർക്കുമ്പോൾ പെട്ടെന്ന് ആ ഒരു മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിലൊക്കെ പിടിച്ച് വരാനും നല്ലൊരു ഫ്ലേവറൊക്കെ എൻഹാൻസ് ചെയ്യാനും ഒക്കെ നല്ലതാണ് കേട്ടോ. ഇനി എല്ലാം കൂടി ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. കണ്ടില്ലേ, അപ്പോൾ ഇതുപോലൊരു സോസ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ സമയം മാരിനേറ്റ് ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ചിക്കൻ കഷ്ണങ്ങളൊക്കെ പിടിച്ച് വരും. ഞാനിപ്പോൾ ചെറിയ ചിക്കൻ കഷ്ണങ്ങളാണല്ലോ എടുത്തത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പിടിച്ച് വരുന്നുണ്ട്. ഒരു അരമണിക്കൂറൊക്കെ വെച്ചാൽ മതിയാവും. ഇപ്പോൾ വലിയ ചിക്കൻ പീസസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ സെയിം റെസിപ്പി തന്നെ ചെയ്തെടുക്കാം. പക്ഷേ ഓവർനൈറ്റൊക്കെ മാരിനേറ്റ് ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇത് തീരെ ടേസ്റ്റ് ഉണ്ടാവില്ല. ചിക്കൻ്റെ ഉൾഭാഗത്തേക്കൊന്നും മസാലയൊന്നും തീരെ പിടിച്ചിട്ടുണ്ടാവില്ല. പിന്നെ ഞാൻ ഈ എടുത്ത ചിക്കൻ പീസസിൽ ചെറിയ രീതിയിലുള്ള ബോൺ മാത്രമേ ഉള്ളൂ, കൂടുതൽ ഫ്ലഷ് ഉള്ള ഭാഗങ്ങൾ തന്നെയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതിലേക്ക് മസാല കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ പിടിച്ചു വന്നോളൂണ്ടാവും. ഇനി ചിക്കൻ ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാവിടെയും നന്നായിട്ട് തന്നെ ഈ ഒരു മസാല മിക്സായിട്ട് വരട്ടെ. ശരിക്കും പറഞ്ഞാൽ ഇത് റെഡിയാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ ഒരു സാലഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഡിന്നറിനൊക്കെ നല്ലൊരു ഓപ്ഷൻ കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതേ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മിക്സ് ചെയ്ത ഈ ഒരു ചിക്കനിലേക്ക് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കുക. ഉരുളക്കിഴങ്ങ് തൊലി കളയണ്ടെന്ന് പറഞ്ഞതിൻ്റെ റീസൺ വേറെ ഒന്നുമല്ല. തൊലിയോട് കൂടി ആകുമ്പോൾ ആ ഒരു തൊലി അടക്കം കഴിക്കുമ്പോൾ നല്ലൊരു ക്രിസ്പി ടെക്സ്ചറിലൊക്കെ വരും, നന്നായിട്ട് തന്നെ വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഉരുളക്കിഴങ്ങ് ചേർത്തിട്ട് നല്ലപോലെ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങും ചിക്കനും കൂടെ നമ്മൾ ഒരുമിച്ചിട്ടിട്ട് തന്നെയാണ് ബേക്ക് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു ചിക്കൻ്റെ ഉള്ളിലത്തെ ആ ഒരു ജ്യൂസ് കാര്യങ്ങളൊക്കെ, ആ ഒരു ഫ്ലേവർ കാര്യങ്ങളെല്ലാം ഉരുളക്കിഴങ്ങിലും നന്നായിട്ട് തന്നെ പിടിച്ച് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റിലേക്ക് തന്നെ വരും കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി വലിയ പീസസ് ആണെന്നുണ്ടെങ്കിൽ രണ്ടും കൂടെ ഒരേ സമയത്ത് തന്നെ കുക്കായിട്ട് റെഡി ആയിട്ട് തന്നെ വരും. കാരണം ചിക്കനേക്കാളും കുറച്ചും കൂടെ സമയം എടുക്കുക ഉരുളക്കിഴങ്ങ് വേവാനാണ്. ചിക്കൻ വളരെ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് തന്നെ വന്നോളും. പിന്നെ നമ്മൾ എടുക്കണ ആ ഒരു ചിക്കനൊക്കെ അനുസരിച്ച് വ്യത്യാസങ്ങളുണ്ടാവും. ടെൻഡറായിട്ടുള്ള ചിക്കനാണെങ്കിൽ ഈസി ആയിട്ട് കുക്കായിട്ട് തന്നെ വന്നോളൂ ഉണ്ടാവും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ആ ഒരു ഉരുളക്കിഴങ്ങ് മാരിനേറ്റ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ബേക്കിംഗ് ട്രേയിലേക്ക്. ഇനി അതിൻ്റെ മുകളിലാണ് ചിക്കൻ പീസസ് വെച്ച് കൊടുക്കുന്നത്. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ച് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. ഇനി ഞാനിപ്പോൾ
ഇത് മുഴുവൻ ഇതിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കണം. നമുക്ക് കുറച്ചും കൂടി വലിയ ബേക്കിംഗ് ട്രേ വേണമെങ്കിൽ അങ്ങനെ എടുക്കാവുന്നതുള്ളൂ കേട്ടോ. നമുക്ക് എത്ര അളവിലാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആട്ടോ. അപ്പോൾ ഇത് ഞാൻ ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയത് കാരണമാണ് ഈ ഒരു സ്റ്റേജിൽ ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3/4 ടേബിൾ സ്പൂണോളം അളവിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഫ്രോസൺ ആയ കാരണമാണ് ഇങ്ങനെ ഇരിക്കുന്നത്. പക്ഷെ കുഴപ്പമില്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ അത് ബേക്കായി തുടങ്ങുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ മിക്സായിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ. കണ്ടില്ലേ, ഇതും നല്ലൊരു ഫ്ലേവർ തന്നെ കൊടുക്കും ഇതിലേക്ക്. അല്ലെങ്കിൽ ഗാർലിക് ചോപ്പ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് ചെയ്ത് കൊടുക്കാം, പിന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ വേറെ എന്തെങ്കിലും ഹെർബ്സോ അങ്ങനെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഇതിലൊക്കെ നമുക്ക് വ്യത്യാസം വരുത്താവുന്നതുള്ളൂ കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 170 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ 1 മണിക്കൂറാണ് ഇത് ബേക്ക് ചെയ്ത് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് മോഡൊക്കെ വേണമെങ്കിൽ മാറ്റിയെടുക്കാം, ഇപ്പോൾ ഗ്രില്ല് ചെയ്തെടുക്കാം. അതായത് ഇപ്പോൾ കുറച്ച് സമയം ബേക്ക് ചെയ്തെടുക്കാം, അങ്ങനെ ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതുള്ളൂ കേട്ടോ. ഇപ്പോൾ കണ്ടോ, ഉരുളക്കിഴങ്ങൊക്കെ ആ ഒരു പുറം ഭാഗമൊക്കെ നല്ലൊരു ക്രിസ്പി ടെക്സ്ചറിലേക്ക് വന്നിട്ടുണ്ട്. ഉള്ളാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടും വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ തൊലിയുടെ ഭാഗമൊക്കെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റി ആയിട്ട് തന്നെ വരും കേട്ടോ. ചിക്കൻ ആണെങ്കിലും കണ്ടില്ലേ, നല്ല ജ്യൂസി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു സാലഡും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും അടിപൊളിയാട്ടോ. ഇതിൻ്റെ കൂടെ നമുക്ക് ഡിപ്പായിട്ട് പ്രത്യേകിച്ചൊന്നും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ മയോണൈസോ അങ്ങനത്തെ കോമ്പിനേഷൻസൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാവുന്നതുള്ളൂ. നല്ല ഫ്ലേവറോട് കൂടിയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ്റെ റെസിപ്പി തന്നെയാണ്. നമുക്ക് വളരെ കുറഞ്ഞ ഓയിലിൽ ഇപ്പോൾ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉള്ള രുചിയിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതല്ലോട്ടെ. ഇപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തയ്യാറാക്കി നോക്കുക, നല്ലൊരു ഡിന്നർ ഓപ്ഷനാണ്. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.